ചില ആളുകൾ ഈ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളുണ്ട്. കണ്ടില്ലേ? ചിലരെയൊക്കെ തകർന്ന കുടുംബത്തിൽ ജനിപ്പിച്ചിരിക്കുന്നു, ചിലരെയൊക്കെ മെച്ചപ്പെട്ട കുടുംബത്തിൽ ജനിപ്പിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ഇതിൻ്റെ പേരിൽ ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്: നമുക്ക് ബലഹീനരായ മാതാപിതാക്കന്മാരെ തന്നത് സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനുള്ള വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴലാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. അപ്പോൾ നമ്മൾ ആ നിഴലിൻ്റെ കീഴിലിരുന്നു കൊണ്ട് കാര്യമില്ല. നമ്മൾ ഒറിജിനിലേക്ക് വരണം. സ്വർഗസ്ഥനായ പിതാവിലേക്ക് നമ്മളെല്ലാവരും വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബലഹീനരായ നമ്മുടെ ഈ മാതാപിതാക്കന്മാരെ നമ്മൾ ശരിക്കും ഉള്ളുകൊണ്ട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നാം സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടെത്തണം. സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടെത്തി കഴിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ അപ്പനെയും അമ്മയും അംഗീകരിക്കാൻ പറ്റുക. അല്ലാത്തവരൊക്കെ അപ്പനും അമ്മയും അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലർ എന്ത് ചെയ്യാൻ, കിട്ടിപ്പോയില്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനെ സഹിക്കുകയാണ് ചിലർ. യഥാർത്ഥത്തിൽ അപ്പനും അമ്മയും യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ, അവരുടെ എല്ലാ കുറവോടും കൂടി ബോധപൂർവം സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കണം. ആ പിതാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് അപ്പനോടും അമ്മയോട് പരിമിതികളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും കുറവുള്ള ഒരു കുടുംബത്തിൽ ജനിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. കത്തോലിക്ക സഭയിൽ ചില വിശുദ്ധന്മാരുടെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ പലരും മാതാപിതാക്കന്മാരുടെ സ്നേഹബോധം കിട്ടാത്തവരുണ്ട്. ചിലർ അപ്പൻ്റെ അമ്മയെ മുഖം പോലും കണ്ടിട്ടില്ല. ചിലർക്ക് അപ്പനില്ല, ചിലർക്ക് അമ്മയില്ല. അങ്ങനെയൊക്കെയുള്ള നിരവധി വിശുദ്ധന്മാർ സഭയിലുണ്ട്. പക്ഷേ അവരിലേക്ക് നമ്മൾ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആ കുറവ് അവർക്ക് സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനും അങ്ങനെ വലിയ മിസ്റ്റിക് അനുഭവത്തിലേക്ക് കടന്നു വരാനും അത് ഇടയാക്കി എന്നതാണ്. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച്